ഇന്ന് നമ്മുടെ കൂടെ എക്സ്പേർട്ട് ഇൻസൈറ്റ് സീരീസിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ്. നമ്മുടെ ആലുമിനി ആയിട്ടുള്ള എക്സ് PWC, എക്സ് KPMG, കറന്റ് പെപ്സിക്കോ അറേബ്യയിൽ വർക്ക് ചെയ്യുന്ന ACCA മെമ്പർ ആയിട്ടുള്ള ഫാസിൽ മുസ്തഫ ACCA അദ്ദേഹത്തിന്റെ ജേർണി നമ്മളോട് ഷെയർ ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. സോ ACCA കുറിച്ചും ACCയുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ലെറ്റ്സ് ബിഗിൻ. മൈസെൽഫ് ഈ പറഞ്ഞ പോലെ തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഫാസിലാണ്. അപ്പോ ഞാന് ബോൺ ആൻഡ് ബോട്ടപ്പ് UAE-യിലായിരുന്നു. അപ്പൊ UAE-യിൽ എന്റെ സ്കൂളിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിൽ വന്നത്. അപ്പൊ ഞാൻ ഫറൂഖ് കോളേജിൽ ചേർന്നു, കോഴിക്കോട്. അപ്പൊ എന്റെ ഒരു എയിം എന്ന് പറഞ്ഞത് MBA എടുക്കുക എന്നുള്ളതായിരുന്നു. ACC ഒന്നും ആ ടൈമിൽ നമ്മളെ മൈൻഡിലേ പോയിട്ടില്ല. എന്താണ് ACC എന്ന് പോലും നമുക്കൊരു ധാരണ ഇല്ല. ലിറ്ററലി MCQ ചെയ്തുകൊണ്ട് മാത്രമാണ് പാസ്സായത്. കാരണം ക്ലാസ് അറ്റൻഡ് ചെയ്തോന്ന് വെച്ചാൽ ചില ക്ലാസ് ഒക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് എന്ന് വെച്ചാൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓൾറെഡി വീക്കെൻഡ്സിലെ ക്ലാസ് ഉള്ളൂ. പക്ഷെ ഞാൻ എന്താ പറയാ ചിലതൊക്കെ സ്കിപ്പ് ചെയ്ത്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, ഈ നാട്ടിൽ നിന്ന് എന്താ പറയാ ഫറൂഖ് കോളേജിൽ നിന്ന് നാട്ടിലേക്ക് പോണ ടൈം എന്ന് പറഞ്ഞാൽ എന്റെ വീട് തൃശ്ശൂരാണ്. 2.5 മണിക്കൂർ ബസ് ഇരിക്കണം. അപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞ് വരുന്നതിന്റെ ഒരു ഇതുണ്ടാവുമല്ലോ, ആ ഒരു ടൈമിൽ പിന്നെ ഒരു പണിയും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, വെറുതെ MCQ ഓപ്പൺ ട്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ട്, ഫ്രീ ആണ്. അതിൽ കയറിയിട്ട് വെറുതെ MCQ ചെയ്യും. ചെയ്ത് MCQ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഒരു ത്രില്ലാണെന്ന് വെച്ചാല് തെറ്റി MCQ ശരിയാക്കിയ MCQം എന്റെ ലോജിക്ക് വേറെ ആയിരിക്കും, ആൻസറിന്റെ ലോജിക്ക് വേറെ ആയിരിക്കും. പക്ഷെ നമ്മളൊരു ലോജിക്ക് വെച്ച് ചെയ്യാണ്. പിന്നെ തെറ്റിയ സാധനത്തിന്റെ ലോജിക്ക് നമ്മൾ ഓപ്പൺ ട്യൂഷനിൽ വായിച്ച് മനസ്സിലാക്കിയിട്ട് വീണ്ടും അതന്നെ ചെയ്യും. എന്നിട്ട് ഇങ്ങനെ മാക്സിമം കറക്റ്റ് ചെയ്ത് കൊണ്ടുവരും. അപ്പൊ നമുക്ക് വെറുതെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അത് തെറ്റുമ്പോ എന്തായാലും ലോജിക്ക് കാണിക്കുമല്ലോ അവിടെ. അത് വായിച്ചിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. ടു ബി ഫ്രാങ്ക്, പലർക്കും പല സ്ട്രാറ്റജീസ് ആയിരിക്കും പഠിക്കാൻ. എനിക്ക് എന്റെ സ്ട്രാറ്റജി അത് തന്നെ വേറെ ആൾക്ക് നീ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് കണ്ടുപിടിക്കേണ്ട എന്റെ സ്ട്രാറ്റജി എന്താന്ന് കണ്ടുപിടിക്കേണ്ട ചുമതല അയാൾക്കാണ്. സ്റ്റിൽ ഞാൻ ക്ലാസ്സിൽ ഫോക്കസ്ഡ് ആയിരിക്കും. മേ ബി എന്നെ കാണുമ്പോൾ ചിലപ്പോൾ കളിക്കുകയാണെങ്കിലും അവര് പറയുമ്പോൾ ഞാൻ ടു ദി പോയിന്റ് ആണ്. അപ്പൊ ഞാൻ ക്ലാസ്സിൽ നല്ല ഫോക്കസ് ആയിരിക്കും. ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്ന വർക്ക്സ് ഞാൻ ചെയ്യുന്നുണ്ടോന്ന് വെച്ചാൽ ടു ബി ഫ്രാങ്ക് ഞാൻ ചെയ്യലില്ല. ഞാൻ ക്ലാസ്സിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോ ഇതെന്റെ സ്ട്രാറ്റജിയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഒരാൾക്കും ഇത് നിങ്ങൾ ക്ലാസ് കേൾക്കണ്ട അങ്ങനെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ക്ലാസ് ഫുൾ ഫോക്കസ് ചെയ്തിട്ട് ക്ലാസ്സിന് ശേഷം ഒന്നും ചെയ്തില്ല. നന്നായിട്ട് ഹെൽപ്പ് ചെയ്തത് ACCA സ്റ്റഡീസിന്. ലിറ്ററലി ഞാൻ എന്റെ ഫാക്കൽറ്റീസിനെ നല്ലോണം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. നമ്മൾ 13 പേപ്പർ തീർക്കണതിന്റെ മുന്നേ നോക്കിയിട്ട് 13 പേപ്പർ ഉണ്ടല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെയാണ് നമ്മൾ ഇരിക്കുക. ഇതൊരു പ്രോസസ്സാണ്. അപ്പൊ ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് റെസ്പെക്ട് ചെയ്ത് ഒരു പേഷ്യന്റോട് ആ പ്രോസസ്സ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. ഓരോരോ പേപ്പർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓരോരോ മൈൽ സ്റ്റോൺ എടുത്തു എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുക. നമുക്ക് എല്ലാവർക്കും ഓരോ ടൈം ഉണ്ടല്ലോ. ഇപ്പൊ എല്ലാവരും ഇപ്പൊ മാർക്കറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞത് 18 വയസ്സിൽ ജോലി കിട്ടി സെറ്റായി. അപ്പൊ അവര് നോമാക്കണം, ഓക്കെ മിനിമം 18 വയസ്സിൽ ജോലി കിട്ടണം. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. അപ്പൊ നമ്മൾ ആ പ്രോസസ്സിനെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് പേഷ്യന്റ് ആയി കണ്ട് നമ്മൾ ആ പ്രോസസ്സിനെ ഒന്ന് ട്രസ്റ്റ് ചെയ്ത് നമ്മളെ ജേർണി യുണീക്കാണ്. നമ്മൾ മറ്റൊരാളെ ജേർണീനെ നോക്കണ്ട. ഇപ്പൊ അവനിക്ക് അവനിക്ക് 23 വയസ്സിൽ ജോലി കിട്ടി, എനിക്ക് 23 വയസ്സിലേ ജോലി കിട്ടണം എന്നാലും എന്റെ സക്സസ് ഒരിക്കലും അല്ല. അൽകെ സാറിന്റെ ആ F7 ക്ലാസ് എന്നെ റിയലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹെൽപ്പ് ചെയ്തെന്ന് വെച്ചാല് ACCയെ എങ്ങനെ പ്രഷറൈസ് ചെയ്ത് എല്ലാം കൂടി ഇതാക്കാണ്ട് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് ഡൗൺ ചെയ്യാം. എങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എങ്ങനെ ട്രെയിൻ ചെയ്ത് എങ്ങനെ പാസ്സാവും എന്നുള്ള നല്ല ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അൽകെ സാറിന്റെ ഒരു ക്ലാസിന്റെ ഒരു ഗുണം തന്നെ എനിക്ക് മനസ്സിലാവും. നമ്മൾ ഈ കോളേജും ഇതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ വരുന്നത്. അപ്പൊ നമുക്ക് ആ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോ ശരിക്കും നമുക്ക് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ കിട്ടി. മനസ്സിലായില്ലേ? നമ്മളൊരു ഫ്രണ്ട് വന്നിട്ട് ക്ലാസ് എടുക്കണം. ആ ഫ്രണ്ടിനോട് നമുക്ക് എന്ത് വേണേലും പറയാം. അതേപോലെ സാറിന്റെ നോട്ട്സ് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നോട്ട്സ് മാത്രം വെച്ചിട്ട് ഞാൻ എന്താ പറയാ പാസ്സായതാണ്. പിന്നെ അതുപോലെ MCQ ഞാൻ എവിടെ MCQ എന്തൊക്കെ കവർ ചെയ്യാൻ പറ്റുമോ ഞാൻ കവർ ചെയ്തിട്ടുണ്ടാവും. BPP ആയിക്കോട്ടെ, കപ്ലാൻ ആയിക്കോട്ടെ, സൈറ്റിൽ ഫ്രീ കിട്ടുന്നതായിക്കോട്ടെ, വേറെ സൈറ്റിൽ ലോഗിൻ ഒക്കെ ചെയ്തിട്ട് എന്താ പറയാ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് എന്താ പറയാ എടുക്കേണ്ട ഇതൊക്കെ ഉണ്ട്. പൈസ കൊടുക്കൂല, ബട്ട് ഫ്രീ ട്രയൽ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ വരെ MCQ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്ത് ഹബീബ് സാറിന്റെ ക്ലാസ്സിന് കയറുമ്പോ ഞാൻ 2 ക്ലാസ്സിന് കയറി. ഹബീബ് സാറിനോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഇങ്ങനെ 2 പേപ്പർ വെച്ച് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഹബീബ് സാറിനോടൊക്കെ അങ്ങനെ ചോദിച്ചാൽ പിന്നെ അറിയാലോ ഉത്തരം എന്തായാലും. പിന്നെ ഷുവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ സിമ്പിൾ ഒക്കെ ചെയ്യാനൊക്കെ പറഞ്ഞ ഞാൻ ഓക്കെ. ഹബീബ് സാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ പറയണ്ടല്ലോ, അതിനിപ്പോ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണം. ഹബീബ് സാറിനെ നോക്കിയിട്ട് അത് ഫുൾ ഇങ്ങനെ ഒരു കളി ചിരി, പിന്നെ കാര്യത്തോട് വരുമ്പോ കാര്യം,
എന്താ പറയാ ഫുള്ള് പഠിപ്പിച്ച് സെറ്റാണ്. പിന്നെ അവസാനം വന്നത് AFM ആണ്. അത് ഹബീബ് സാറിന്റെ. എന്റെ ഭൂരിഭാഗം എന്റെ കരിയറിൽ ഇപ്പൊ 13 പേപ്പർ ആണെങ്കിൽ അതിൽ പകുതി പേപ്പർ വന്നത് ഇപ്പൊ ഉള്ള ഫാക്കൽറ്റീസിന്റെ എലൻസിന്റെ ഫാക്കൽറ്റീസിനാണ്. അതിൽ ഹബീബ് സാറിന്റെ തന്നെയായിരുന്നു AFM. അതെന്താണോ സാറ് ക്ലാസ്സിൽ പറഞ്ഞത് അതുപോലെ ചെയ്ത്, പിന്നെ എന്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഞാൻ ചെയ്ത് എനിക്ക് എന്നിട്ട് ഏകദേശം 87ഓളം മാർക്ക് ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിലുള്ള ഒരു ഇതായിരുന്നു. അത് ലാസ്റ്റ് പേപ്പർ അങ്ങനെയൊക്കെ കിട്ടിയപ്പോ പിന്നെ ആ ലാസ്റ്റ് പേപ്പറിന്റെ റിസൾട്ട് വരുന്നതിന്റെ ഒരു എന്താ പറയാ 7 ദിവസം ഈ എക്സാം എഴുതി കഴിഞ്ഞ് ഞാനൊരു എന്ത് ചെയ്ത് ഒരു 5 ദിവസം ഇരുന്നിട്ട് F4 ഇരുന്ന് വായിച്ച് എന്നിട്ട് എന്ത് ചെയ്യാ പോയിട്ട് എക്സാം എഴുതി F4 പാസ്സായി. കാരണം അത് എനിക്കൊരു ഇതുണ്ടായിരുന്നു. ഇനിയിപ്പോ എന്താ പറയാ AFMന്റെ റിസൾട്ട് വന്നിട്ട് പിന്നെ F4 പഠിക്കുക ഒരു ചടങ്ങ്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് AFMന്റെ റിസൾട്ട് എക്സാം കഴിഞ്ഞേക്ക് തന്നെ ഒരു 5 ദിവസം കൊണ്ട് ഇരുന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് വെറുതെ ഒരു ടെക്സ്റ്റ് ബുക്ക് 2 റൗണ്ട് ഇരുന്ന് വായിച്ച് വേഗം പോയിട്ട് എക്സാം ഇരുന്ന് വീട്ടിൽ ഇരുന്നിട്ട് എഴുതി 52 അങ്ങനെ എന്തോ കിട്ടി. വല്ലാണ്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഞങ്ങള് 54 അങ്ങനെ എന്തോ കിട്ടി. അപ്പൊ ആൾക്കാർ നോക്കുമ്പോ എന്താന്ന് വെച്ചാൽ ആ റിസൾട്ട് വരുന്നു, വിത്തിൻ 6 days കൊണ്ട് ഓഫർ ലെറ്റർ, വിത്തിൻ 7 days കൊണ്ട് പണിക്ക് കയറി, അതും KPMG. അപ്പൊ ഞാൻ അന്നത്തെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാല് അന്നത്തെ ഒരു ഇതിൽ ഞങ്ങളെ മൈൻഡില് EY GDS മാത്രമാണ് ജോബ് തരുന്ന ആൾക്കാർ. ഇത് ബാക്കിയുള്ളവരൊന്നും ജോബ് കിട്ടാൻ ചാൻസ് ഇല്ല എന്നാണ്. പിന്നെ എന്താ പറയാ ACCA പഠിച്ചാല് KGSO അല്ലെങ്കിൽ ഇവിടൊക്കെ കിട്ടുള്ളൂ, ഇന്ത്യൻ എൻറ്റിറ്റിയിൽ കിട്ടില്ല, അങ്ങനൊക്കെ ഉണ്ടായിരുന്നു. ഒരു മിത്താണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ എന്ത് ചെയ്ത് എനിക്ക് കിട്ടിയത് KPMG ഇന്ത്യയിലാണ്. അപ്പൊ ഇതിന്റെ ഒരു 6 മാസം മുന്നേ തന്നെ ഞാൻ ലിങ്ക്ഡിനിൽ എന്റെ പ്രൊഫൈലൊക്കെ ഉണ്ടാക്കി വളരെ അധികം ആക്റ്റീവ് ആയിട്ട് ലിങ്ക്ഡിനിൽ ഉണ്ടായിരുന്നു. വെച്ചാല് ഞാനിപ്പോ നമ്മൾ ഇടക്കിടക്ക് ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുന്ന പോലെയാണ് ഞാൻ ലിങ്ക്ഡിൻ നോക്കുക. ഇടക്കിടക്ക് ലിങ്ക്ഡിൻ എടുത്ത് നോക്കും. എന്നിട്ട് വളരെ ബേസിക് തുടങ്ങിയ ഒരു ഇതാണ് ലിങ്ക്ഡിനിൽ. ഫസ്റ്റ് തുടങ്ങുമ്പോൾ നമുക്ക് ഐഡിയ അല്ല എന്താണ് ഈ ലിങ്ക്ഡിൻ. അപ്പൊ നമ്മൾ ലിങ്ക്ഡിനിൽ ഇങ്ങനെ ഞാൻ കയറി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഇതിന് മെസ്സേജ് അയക്കും, കാണുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇരുന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്യും. അങ്ങനെ 2-3 ഇന്റർവ്യൂ വന്ന് എന്തോ എന്താ കിട്ടി, ചില ഓഫറൊക്കെ കിട്ടി. പക്ഷെ എന്നാലും ഞാൻ പോയില്ല, ദൂരം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാവുന്ന പ്രശ്നമാണ് ഞാൻ Big 4 കയറുക, എന്നിട്ട് Big 4 മാത്രം അപ്ലൈ ചെയ്യാം. നോ, അല്ലാതെ അപ്ലൈ ചെയ്തിട്ട് എല്ലാത്തിലും അപ്ലൈ ചെയ്തിട്ട് ഏതൊരു കമ്പനി ആയിക്കോട്ടെ അവർ ഇന്റർവ്യൂ വെച്ചാലും നമ്മൾ ആ ഇന്റർവ്യൂ എൻവയോൺമെന്റിലേക്ക് കയറല്ലേ. അപ്പൊ നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ആവും. മനസ്സിലായല്ലോ എന്താണ് ഇന്റർവ്യൂ, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള ഒരു സംഭവം വരും. അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുക. എന്നിട്ട് ഇന്റർവ്യൂ എന്താന്ന് പഠിക്കുക, മാക്സിമം കണക്ഷൻസ് ഉണ്ടാക്കുക. ഫ്രഷർ എന്ന് പറഞ്ഞാൽ അവരൊന്നും എക്സ്പെക്ട് ചെയ്യില്ല. ഫ്രഷർ വന്നേക്ക് തന്നെ ഓക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫുള്ള് പ്രിപ്പയർ ചെയ്ത് കാട്ട്, ഇതൊന്നല്ല അവർ എക്സ്പെക്ട് ചെയ്യണത്. അല്ലെങ്കിൽ ഹോൾ ഇന്ത്യൻ ഓഡിറ്റിംഗ് കാട്ട്. ഒരു ഫ്രഷറിനെ എടുക്കുമ്പോൾ തന്നെ അവർക്ക് അറിയാം ഈ ആൾക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടി വരും, ഈ ആൾക്ക് ഒന്നും അറിയില്ല, ഇയാൾ എന്താ എല്ലാം വന്ന് പഠിക്കാനാണ് പോണത്. അപ്പൊ അങ്ങനെ ഒരാളെ അവരെടുക്കണമെങ്കിൽ അവരെ റീസൺ എന്താ, ഫിനാൻഷ്യൽ റീസൺസ് അപ്പുറത്ത് നിൽക്കട്ടെ, അപ്പാർട്ട് ഫ്രം ഫിനാൻഷ്യൽ പാർട്ട് അങ്ങനത്തെ ഒരാളെ അവരെ എടുക്കണം എന്നുണ്ടെങ്കിൽ അവരെന്താ ഉദ്ദേശിക്കുന്നത്, ഒരു പഠിക്കാൻ മെന്റാലിറ്റി ഉള്ള ഒരാളായിരിക്കണം, കാര്യം കൊടുത്താൽ സീരിയസ് ആയി എടുക്കുന്ന ഒരാളായിരിക്കണം. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ നോക്കുക. അത് നമ്മളെ ഇന്റർവ്യൂലൊന്ന് കാണിച്ചു കൊടുക്കുക. അപ്പൊ വലിയ ഇൻഡസ്ട്രി കയറാൻ നോക്കണവരാണെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ഒരു ഇതെന്താന്ന് വെച്ചാൽ മാക്സിമം ഒരു എക്സ്പീരിയൻസ് മിനിമം ഉണ്ടാക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ ചാൻസ്. അപ്പൊ ഇനിയിപ്പോ അങ്ങനെ ഒരു മിനിമം എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അതുള്ള സമയത്ത് മാക്സിമം ഉണ്ടാക്കി മെല്ലെ അപ്ലൈ ചെയ്തിട്ട് പിന്നീട് എന്തായാലും കിട്ടും. ഇന്നലെ കിട്ടിക്കൊള്ളണമെന്നില്ല. മനസ്സിലായില്ലേ? ഇത് വേറൊരു കാര്യമാണ്. ഞാനൊരു ACC എടുത്ത് ഇത് ഒരാളെ ഹയർ ചെയ്യാന്ന് പറഞ്ഞത് ക്വാളിഫിക്കേഷൻ ഹയർ ചെയ്യല്ലോ, ഒരു പാക്കേജ് ആണ്. ആ പാക്കേജിലെല്ലാം കിട്ടണം. അല്ലാണ്ട് എനിക്ക് ACC ഉണ്ട് എന്നെ ആരും വിളിക്കില്ല എന്നത് അതല്ല. നമ്മൾ CV എന്തെങ്കിലുമൊക്കെ കാണിക്കാലോ. ഇപ്പൊ ഒരു പവർ BI പഠിക്കുക, അല്ലെങ്കിൽ ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കുക, SQL പഠിക്കുക, ഡാറ്റ അനാലിസിസിന്റെ എന്തെങ്കിലും ടൂള് പഠിക്കുക, പിന്നെ ഇപ്പൊ AI എന്ന് പറഞ്ഞു അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഓട്ടോമേഷനിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യും, അങ്ങനെ എങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും പഠിക്കാൻ പറ്റും. പിന്നെ എക്സൽ ബേസിക് പഠിക്കുന്ന സമയത്ത് തന്നെ അവര് അപ്സ്കെയിൽ ചെയ്യാം, ലൈക്ക് ഇൻഡസ്ട്രി റെഡി ആയിട്ട് പഠിക്കാം. ഇപ്പൊ ഇത് മാത്രമല്ല, ഒന്നുമില്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ പഠിക്കാം. ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഒരാളെ പേഴ്സണാലിറ്റി, ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറഞ്ഞാൽ വെറും ഇംഗ്ലീഷ് സംസാരിക്കല്ല, ഒരു കൺവേ ചെയ്യാന്നുള്ളതാണ്. നമ്മള് മലയാളികള് ഒരിക്കലും എന്താ പറയാ, നമ്മൾ ചെറുപ്പം മുതലേ എന്താ പറയാ ഇംഗ്ലീഷ് നമ്മളെ കോഴ്സിൽ ഉള്ളതുകൊണ്ട് തന്നെ എത്ര ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് എത്ര ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിലാവുമല്ലോ ഒരാൾ കിട്ടും. പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ പറയാനും പറ്റും. എന്തെങ്കിലും ആയിക്കോട്ടെ, തെറ്റിച്ചാലും അത് പറയാ. മാക്സിമം കോൺഫിഡൻസ്. AI വരുന്നത് ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എന്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് നല്ല വാല്യൂ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോ എന്തെങ്കിലും പണ്ടത്തെ പോലെയാണോ? നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ ജസ്റ്റ് ChatGPTനോടോ അല്ലെങ്കിൽ Grok AIയോ അല്ലെങ്കിൽ എന്താ പറയുക DeepSeekോ ഇതിനോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാല്
ഉത്തരം വരികയാണ്. പല സ്പെസിഫിക് ആയിട്ടും പല എന്താ പറയാ സിറ്റുവേഷണൽ ബേസ് ആയിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് അതിനെ വെച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ACCAക്ക് ഡിമാൻഡ് ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം റീഇറ്ററേറ്റ് ചെയ്ത് പറയേണ്ടത് CA എന്താ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, CPA എന്താ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെ. CPA US സ്പെസിഫിക് ആണ്, നിങ്ങൾ പഠിക്കുന്നത് ഗ്യാപ്പ് ആണ്. ഓക്കെ, ഗ്യാപ്പ് പ്രിൻസിപ്പിൾ ആണ് പഠിക്കുന്നത്, IFRS അല്ല. റൂൾ ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് ഗ്യാപ്പ്. അപ്പോ IFRS എന്ന് പറഞ്ഞതാണ് ACCA പഠിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ അഡോപ്റ്റ് ചെയ്തത് IFRS ആണ്. പിന്നെ CA ഇന്ത്യയാണ്. CA ഇന്ത്യ UAE വന്നു കഴിഞ്ഞാൽ ACCA വാല്യൂ കൊടുക്കാനുള്ള ഒരു റീസൺ എനിക്ക് പറഞ്ഞ മനസ്സിലായി. ഇപ്പൊ അവിടെ കമ്പയർ ചെയ്യുമ്പോ ഇന്ത്യൻ മാർക്കറ്റിൽ നിൽക്കുമ്പോ CA ആണോ ACCA എന്ന് വെച്ചാൽ ഞാൻ പറയും CA. കാരണം എന്തുകൊണ്ടാ, CAക്ക് GST അറിയാം, VAT അറിയാം, കാര്യങ്ങൾക്ക് എക്സ്ട്രാ അറിയാം. അപ്പൊ ഞാൻ ടാക്സ് ഫോക്കസ് ചെയ്ത് ഒരാൾ എടുക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ എന്തിനാ ACCAക്ക് പോകണം, CAക്ക് എടുക്കണം, കാരണം ടാക്സ് അറിയാം. ഞാൻ കമ്പനി ലോ സ്പെസിഫിക് പോവുകയാണെങ്കിൽ അപ്പൊ ഞാൻ ഇത് CA എടുക്കും. നേരെ മറിച്ച് ഞാൻ ഇന്റേണൽ ഓഡിറ്റിംഗ് ചെയ്യണം, പ്രോസസ് ഓഡിറ്റ്, എന്തിനു ഞാൻ CAക്ക് പോകണം? സ്പെസിഫിക്കലി CA മാത്രം പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇഷ്ടംപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അക്കൗണ്ടിങ് ചെയ്യണമെങ്കിൽ CA മാത്രം വേണം. മനസ്സിലായില്ലേ? അപ്പോ ഒരിക്കലും ഈ ഒരു മിത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ACCAക്ക് വാല്യൂ ഇല്ല. മേജർ ആയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ഏറ്റൊരു കാര്യം എന്നുള്ളത്, ഞാൻ എപ്പോഴും വളരെ പോസിറ്റീവായി നിൽക്കാനാണ് ഞാൻ നോക്കുക. എന്തൊരു നെഗറ്റീവ് വരുമ്പോഴും എന്തൊക്കെ അതിൽ പോസിറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റും അത് വെച്ചിട്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ACCA പഠിക്കുന്ന ടൈമിൽ എന്റെ എയിം എന്ന് പറഞ്ഞാൽ ACCA പാസ് ആവുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ACCAയിൽ ഫോക്കസ് ചെയ്ത് ഒരു കടിയും കാര്യങ്ങളും ഇല്ല, എല്ലാം മാറ്റി വെച്ച് അങ്ങനെ ഒന്നല്ല ഞാൻ പഠിച്ചത്. ഞാൻ എന്റെ ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ACCA പഠിച്ചത്. ACCA പഠിച്ച് എനിക്ക് ഇഷ്ടമുള്ള ഒരു സിനിമക്ക് IOയുടെ എക്സാമിന്റെ ഇടയിൽ അങ്ങനെ ഒന്നല്ല ഞാൻ എന്ത് ചെയ്തു, എക്സാം കഴിഞ്ഞിട്ട് അത് കാണാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ, ഞാൻ അതിന്റെ മുന്നേ എടുത്തു പോവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ആ സിനിമ കണ്ടിട്ടുണ്ടാവും. അപ്പോ ഇക്ക് എന്റെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്റെ ടൈമിങ്ങിലാണ് ഞാൻ ACCA എടുത്ത് പഠിച്ചത്. പഠിക്കുന്ന ടൈമിൽ ACCA ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. ആ ടൈമിൽ തന്നെ ഒരു F ലെവൽ കഴിയുന്ന ടൈമിൽ നിങ്ങൾക്ക് മാക്സിമം അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ടൈമിലേക്ക് ഒരു ഐഡിയ കിട്ടി, ACCA കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ജോലി കിട്ടും. അതിന്റെ മുന്നേ വർക്ക് ചെയ്യാൻ നിങ്ങൾ അക്യൂബ്ഡ് ആണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിന്റെ മുന്നേ വർക്ക് ചെയ്താലും പ്രശ്നമില്ല. പക്ഷെ എന്ത് ചെയ്യാ, ടെൻസ്ഡ് ആവണമെന്നില്ല, അതിന്റെ മുന്നേ എന്തായാലും വർക്ക് ചെയ്യണം, എന്നാലാണ് ജോലി കിട്ടുള്ളൂ. അങ്ങനെ ഒന്നുമില്ല. ആഡിങ് വാല്യൂ എന്ന് വെച്ചാല് മുന്നേ എക്സ്പീരിയൻസ് വേണമെന്ന് തോന്നുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് വേറെ രീതിയിൽ ചെയ്യാം, കഴിഞ്ഞിട്ട് ചെയ്യാം. ഞാൻ കഴിഞ്ഞിട്ട് ചെയ്ത ആളാണ്. പിന്നെ ഇത് എന്ന് പറഞ്ഞാല് ഞാൻ അങ്ങനെ ഞാനെന്തോ ഭയങ്കര സംഭവമായിട്ട് ചെയ്യണമെന്നല്ല. ഈ പറഞ്ഞ പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പോസിറ്റീവ്നെസ് നമ്മളെ ഭാഗത്തു നിന്ന് കിട്ടുകയാണെങ്കിൽ, പല നെഗറ്റീവ് രീതിയിലും കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി എല്ലാവർക്കും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ആഡഡ് വാല്യൂ ഒരു മനുഷ്യനിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഒരു വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. ഒരാളെങ്കിലും ഇൻസ്പയർ ആയിട്ടുണ്ടെങ്കിൽ അതില് ഒരു വലിയ പാർട്ട് ലോട്ട് ഓഫ് എന്താ പറയാ, അതിൽ കുറെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരാളാണ് ഞാൻ അതിൽ. ഒബ്വിയസ്ലി താല്പര്യമുള്ള ആൾക്കാരൊക്കെ കണക്ട് ചെയ്യട്ടെ. എല്ലാവർക്കും എന്താ പറയാ, ACCAയിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമ്മൾ എങ്ങനെയാണ് പിന്നെ ഗ്ലോബൽ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാകും. ആൻഡ് എല്ലാ ഡൗട്ട്സും കാര്യങ്ങളും ഇവിടെ ഇതിൽ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ താഴെ കമന്റ് ബോക്സ് ഉണ്ട്, അതിലും ചോദിക്കാം. ആൻഡ് ഫാസിലിനെ കണക്ട് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ കണക്റ്റും ചെയ്യാം. അതുപോലെ തന്നെ എന്നെ തന്നെ കണക്ട് ചെയ്യണം എന്നല്ല ഞാൻ പറയണത്. മാക്സിമം ഇപ്പൊ ആരൊക്കെ നിങ്ങളെ സീനിയേഴ്സ് അവരൊക്കെ കണക്ട് ചെയ്യുക, എല്ലാവരും കണക്ട് ചെയ്യുക. എന്നെ കണക്ട് ചെയ്താലും എന്റെ ഭാഗത്ത് നിന്ന് ഹെൽപ്പ് ഉണ്ടാവുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്.